ഹലോ ഗൈസ്, എനിക്കിതിവിടെ പറയാനുള്ള ഇപ്പം എല്ലാവർക്കും ഇഷ്ടമായില്ലേ യുദ്ധം ചെയ്യണം, നമുക്ക് യുദ്ധം കാണണം, എല്ലാവരും യുദ്ധം ആഗ്രഹിക്കുന്നവരുണ്ട് ഒരുപാട്. നമ്മൾ സംഘികളെ പോലത്തെ ഇറാനെ അടിക്കുമ്പോൾ ഇറാൻ അടിച്ച് ചാവട്ടെ, യു അടിക്കുമ്പോൾ യു അടിച്ച് ചാവട്ടെ എന്നൊക്കെ വിചാരിക്കുന്ന ഒരുപാട് പേര്. നമ്മൾ കമൻസും നമ്മൾ കുറേ ഈ ക്ലിപ്സുകളും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അതിപ്പം എന്ത് സംഭവിച്ചെന്നുള്ള. ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ, ഇതാണ് സംഭവിക്കുന്നത്. നമ്മൾ ബുദ്ധിയില്ലാതെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, നമ്മൾ എവിടെ യുദ്ധം നടന്നു കഴിഞ്ഞാലും എല്ലാവർക്കും എഫക്റ്റാണ്, ലോകത്തിന് മൊത്തം എഫക്റ്റാണ്. ഇതിപ്പം ഈ യുദ്ധം നമ്മുടെ അടുക്കളയിലെത്തി, ഇനിയിപ്പം തീരാൻ പോകുന്നില്ല, ഇനിയിപ്പം വരാൻ പോകുന്നേ ഉള്ളൂ. നിങ്ങൾ മനസ്സിലാക്കുക, നമ്മളിപ്പോൾ ഒരു രാജ്യം യുദ്ധം ചെയ്യുമ്പോൾ ഇപ്പം തന്നെ നിങ്ങൾ ചിന്തിച്ച് നോക്ക്, ഇറാൻ എന്ന് പറഞ്ഞ രാജ്യം നമ്മളും വിചാരിക്കും നമുക്കായിട്ട് യാതൊരു ബന്ധമില്ല, അതെവിടെയോ കിടക്കുന്ന, അമേരിക്ക എവിടെയോ കിടക്കുന്ന, ഇസ്രായേൽ എവിടെയോ കിടക്കുന്ന. പക്ഷേ ഇതൊക്കെ ലോകം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കണക്റ്റഡാണ്, അത് നിങ്ങൾ മനസ്സിലാക്കുക ഫസ്റ്റ്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പം ഈ ട്രംപ് എന്ന് പറഞ്ഞ ആ വൃത്തികെട്ട പ്രസിഡൻറ്റ് നമ്മളെ ഈ ചരിത്രത്തിൽ എന്താ പറയണ്ടേ, ഇത്തരം ഒരു പ്രസിഡൻറ്റിനെ അമേരിക്കയ്ക്ക് ഉണ്ടായിട്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്തരം വൃത്തികെട്ട പ്രസിഡന്റ്, അയാളുടെ ബുദ്ധിമോശം കൊണ്ട് സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളിത്. അയാൾ എന്ത് പറയുമ്പം അയാൾ ഓരോ മണിക്കൂറും വാക്ക് മാറ്റി പറഞ്ഞുകൊണ്ട് അയാൾക്ക് തന്നെ അറിയില്ല അയാൾ എന്താ സംസാരിക്കുന്നത്, എങ്ങനെയാണ് സംസാരിക്കുന്നത്, എന്തൊക്കെ വൃത്തികേടാ സംസാരിക്കുന്നത്. അയാൾ മുഖത്തെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, അയാളുടെ ഭാവം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. എല്ലാവരും അയാൾക്കൊരു പുച്ഛ, എല്ലാ രാജ്യക്കാരും. അയാളെന്തോ ഭയങ്കര സംഭവം പോലെ, അയാളെ കഴിച്ചിട്ട് വേറെ ആളുള്ളൂ എന്നുള്ളൊക്കെ ഒരു അഹംഭാവം ഉണ്ട് അയാൾക്ക്. അത് അയാളുടെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്, അയാളുടെ സംസാരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇന്നലെ കണ്ടില്ലേ സൗദി രാജാവിനെ കുറിച്ച് പറയുന്നതൊക്കെ കേട്ടിട്ടില്ലേ? അവർ ജീവിക്കുന്നത് ഇവരെ കൊണ്ടാന്നുള്ള അവർ മനസ്സിലാക്കുന്നില്ല. അവരുടെ അലൈസിനെ കൊണ്ടാണ് ഇവർ ജീവിക്കുന്നത്, അവരാണ് ഇവർക്ക് പണം തരുന്നത്, അങ്ങനെയാണ് അവർ വേൾഡ് നമ്പർ 1 ആകുന്നത്. അതൊന്നും ഇയാൾക്കറിയില്ല. ഇയാൾ ഈ പൊട്ടത്തനം വെച്ച് കളിച്ച് എന്തൊക്കെയോ സംഭവിച്ച് ഇപ്പം നിർത്താൻ പറ്റാത്ത അവസ്ഥയായി. അയാൾ എത്ര പണി വിട്ട് നിർത്താൻ പറ്റാത്ത അവസ്ഥയായി. പക്ഷേ ഇറാനിൻ്റെ വിഷന് എന്താണെന്ന് അയാൾക്ക് മനസ്സിലായിട്ടില്ല. ഇപ്പം മനസ്സിലായി തുടങ്ങി, ഫസ്റ്റ് അയാൾക്ക് മനസ്സിലായിട്ടില്ല. പക്ഷേ നമ്മളെ US വൈസ് പ്രസിഡൻറ്റ് അയാൾക്ക് മനസ്സിലായിരുന്നു. അയാൾ കുറച്ച് തലച്ചോറുള്ള ആളാണ്, ഇയാളെപ്പോലെ പൊട്ടനല്ല. പൊട്ടെന്ന് വെച്ചാൽ വൃത്തികെട്ടൊരു ചങ്ങായി എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. നിങ്ങളുടെ അവസ്ഥ എന്താ? നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് പറയണേ.